വാട്ട് ഈസ് സ്ട്രെസ്? എല്ലാവരും ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ഞാൻ വളരെ സ്ട്രെസ്ഡ് ആണ്. ആക്ച്വലി വാട്ട് ഈസ് മീൻ ബൈ സ്ട്രെസ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ എക്സ്പെക്റ്റേഷൻ ആൻഡ് ദ റിയാലിറ്റി. നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനും അതിൻ്റെ റിയാലിറ്റിക്കും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, പരസ്പരമുള്ള ഒരു ദൂരം, അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹൗ ടു ഓവർകം സ്ട്രെസ്? അതിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിക്കും ഇടയിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ സ്ട്രെസ് കുറയുന്നത്. അതായത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കുറയ്ക്കുക. ലെസ് എക്സ്പെക്റ്റേഷൻ, ആക്സെപ്റ്റ് മോർ. നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് പരിധി വിട്ട് പോകുമ്പോഴാണ് നമ്മളെല്ലാവരും സ്ട്രെസ്ഡ് ആവുന്നത്. അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ പാർട്ട്ണറിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ആ ഒരു ഇതിലേക്ക് അവർ എത്തിച്ചേരുന്നില്ലെങ്കിൽ അവിടെയും നമ്മൾ സ്ട്രെസ്ഡ് ആവുന്നു. സോ സ്ട്രെസ് എന്നൊരു വാക്കിന് സിമ്പിളായിട്ടൊരു അർത്ഥം പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിക്കും ഇടയിലുള്ള ഒരു ദൂരമാണ് സ്ട്രെസ്സ്. അപ്പം ലൈഫിൽ സ്ട്രെസ് ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക. ലെസ് എക്സ്പെക്റ്റേഷൻ ആൻഡ് ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. ദാറ്റ്സ് ദ ബെസ്റ്റ് മെത്തേഡ്. അതാണ് ജീവിതത്തിൽ സ്ട്രെസ് ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും എളുപ്പ വഴി.